സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. ഇന്ന് പുലർച്ചെ അന്തരിച്ച കൊല്ലം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാറിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും. ഞായറാഴ്ച രാവിലെ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. എം മനോജ് വിശദാംശങ്ങൾ നൽകും. മനോജ്, അങ്ങനെ അവയവദാനത്തിന്റെ മഹത്തരമായ സന്ദേശം മറ്റൊരു വ്യക്തി കൂടി നൽകുകയാണല്ലോ. മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, കൊല്ലം കോർപ്പറേഷനിലെ വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അജിത് കുമാറാണ്, അതായത് 53-കാരനായ അജിത് കുമാറാണ് ഞായറാഴ്ചയോടെ പക്ഷാഘാതത്തോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അവയവം ദാനം ചെയ്യുവാനുള്ള സമ്മതപത്രം ബന്ധുക്കൾ ഒപ്പിട്ട് നൽകുകയായിരുന്നു. അതിനനുസരിച്ച് തന്നെ 5 പേർക്ക് പുതുജീവനേകാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കിഡ്നിയും അതോടൊപ്പം തന്നെ കരൾ, കണ്ണുകൾ ഇവയാണ് 5 പേർക്കായി ദാനം ചെയ്യുക. ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് 2 മണിയോടുകൂടി ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്കും കൊല്ലത്ത് നിന്നും, അതായത് കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലാണ് അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്കും അതോടൊപ്പം തന്നെ കൊല്ലത്തേക്കും മറ്റ് ആശുപത്രികളിലേക്ക് എത്തിക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും അതോടൊപ്പം തന്നെ കിംസിലേക്കും അടക്കമുള്ള യാത്രാ സൗകര്യങ്ങളും, അതായത് ആംബുലൻസ് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും 5 പേർക്കാണ് പുതുജീവനേകുവാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. കൊല്ലം കുരീപ്പുഴ സ്വദേശിയാണ്. കുരീപ്പുഴ ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം ഈ കൊല്ലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. എന്തായാലും അദ്ദേഹം വിവാഹിതനല്ല, അതോടൊപ്പം തന്നെ സഹോദരങ്ങളാണുള്ളത്. ഈ പക്ഷാഘാതത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നതും. എന്തായാലും വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതായത് ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ അത് മറ്റ് ഉള്ളവരിലേക്ക് പുതുജീവനായി പിറക്കുന്നു എന്നുള്ളതാണ്. അവയവങ്ങളിലൂടെ പുതുജീവനാവുകയാണ് ചെയ്യുന്നത്. 5 പേർക്കാണ് അദ്ദേഹം വഴി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഈ ഒരു സുമനസ്സുകൾ വഴി ഇത്തരത്തിൽ പുതുജീവനാകുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.